പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഈ വീഡിയോയിൽ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള 8ാമത്തെയും 9ാമത്തെയും മോഡലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവേത് ആ വീഡിയോസ് കാണുക. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 10% 40 ആയാൽ ആ സംഖ്യയുടെ 25% എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് ഇത്ര ഞാനൊന്ന് മാറ്റുന്നു. എന്താ, ഒരു സംഖ്യയുടെ 10% 40 ആയാൽ ആ സംഖ്യ ഏതാ? നമ്മൾ എവിടെ പഠിച്ചു? മോഡൽ 4 ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ എളുപ്പ വഴി? ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? B/A × 100. B/A × 100. സംഖ്യ കാണണമെങ്കിൽ B/A × 100. എന്തായിരുന്നു എളുപ്പ വഴി? ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ കാണാൻ B/A × 100. B/A × 100. ഓക്കെ, ഇവിടെ നമുക്ക് ആ സംഖ്യ മുഴുവനെ കാണണ്ട. ആ സംഖ്യ മുഴുവനായിട്ടും കാണണമെങ്കിലാണ് 100 കൊണ്ട് ഗുണിക്കുന്നത്, അല്ലേ? ഒരു സംഖ്യയുടെ 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും, അല്ലേ? ഉദാഹരണം, എക്സിൻ്റെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തന്നെയായിരിക്കും. അതാണ് ഈ ഗുണിച്ചിരിക്കുന്ന 100 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സംഖ്യ തന്നെയാണ് നമുക്ക് കാണണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? B/A × 100 ആണ്. ഇവിടെ നമുക്ക് എന്ത് കണ്ടാൽ മതി? സംഖ്യയുടെ 25% കണ്ടാൽ മതി. സംഖ്യയുടെ 25% കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എഴുതാം B/A × 25. B/A × 25 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമ്മൾ മോഡൽ 4 പഠിച്ചത് ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B/A × 100 എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ 100 സൂചിപ്പിക്കുന്നത് ആ സംഖ്യ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ 100 ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റിനകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡലിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ സംഖ്യ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കേണ്ട, അതിൻ്റെ 25% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100ൻ്റെ സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യാം? 25 എന്നുള്ളത് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം B/A × 25. B/A × 25. മനസ്സിലായോ? ഓക്കെ ആണല്ലോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്നത് 40 / A എന്ന് പറയുന്നത് 10 × 25. ഇവിടെ 40ഉം 10ഉം കൂടെ വെട്ടുന്നു 4 കൊണ്ട്. 4 × 25 100 എന്ന് കിട്ടി. ഓക്കെ, ആ സംഖ്യയുടെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു സംഖ്യയുടെ 15% 9 ആയാൽ ആ സംഖ്യയുടെ 50% എത്ര? ഒരു സംഖ്യയുടെ 15% 9 ആയാൽ ആ സംഖ്യയുടെ 50% എത്രയാണ്? ഞാൻ ഈ ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യുന്നു. ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? B/A × 100 ആണ്. ആ സംഖ്യ എന്ന് പറയുന്നത് B/A × 100 ആണ്. പക്ഷേ ആ സംഖ്യയുടെ 50% നമുക്ക് മതി. അതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B/A × 50. B/A × 50. മനസ്സിലായോ? ഇവിടെ 50% മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ 100നെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? അവിടെ 50 എന്ന് എഴുതി. ഈ ഇക്വേഷൻ അനുസരിച്ച് ഒന്ന് വാല്യൂ ഇട്ട് നോക്കിയേ. B എന്ന് പറയുന്നത് 9 ആണ്, A എന്ന് പറയുന്നത് 15 ആണ്, × 50, അല്ലേ? നോക്കിയേ, 9നെയും 15നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ 5 എന്ന് കിട്ടും. ഇനി 5നെയും 50നെയും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 എന്ന് കിട്ടും. ആൻസർ 30 എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സംഖ്യയുടെ 30% 90 ആയാൽ ആ സംഖ്യയുടെ 70% എത്രയാണ്? എന്താ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതിയേ. ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ എന്ന് പറയുന്നത് എന്ത് കിട്ടും? B/A × 100 കിട്ടും, അല്ലേ? B/A × 100 കിട്ടും ആ സംഖ്യ കിട്ടാൻ വേണ്ടി. ഇനി ആ സംഖ്യയുടെ 70% മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 100ൻ്റെ അവിടെ എന്തിട്ട് കൊടുത്താൽ മതി? B/A × 70 എന്നിട്ട് കൊടുത്താൽ മതി. 70 എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, B എന്ന് പറയുന്നത് എത്രയാ? 90 ആണ്. / A എന്ന് പറയുന്നത് 30 ആണ്, × 70. 0 0 ക്യാൻസലായി. 3ഉം 9ഉം കൂടെ ക്യാൻസലായപ്പം മേളിൽ 3 കിട്ടി. 3 × 7 21. 210 എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ A. ഓക്കെ ആണല്ലോ?
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി 4ാമത്തെ മോഡലിനകത്ത് പഠിച്ചതാണ്. അതിനകത്ത് ചെറിയൊരു എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നു. എന്താ? B/A ഇൻറ്റു ഇവിടെ എത്ര ശതമാനമാണോ കാണേണ്ടത് ആ ശതമാനം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടെ എഡിറ്റ് ചെയ്തിട്ട് പറയാം. ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യയുടെ P% എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്താ? B/A ഇൻറ്റു P പഠിച്ചു വെച്ചേക്കോ. B/A ഇൻറ്റു P. അങ്ങനെ പുതിയൊരു ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടില്ല. ഓൾറെഡി നമുക്കറിയാം ഒരു സംഖ്യ കിട്ടണമെങ്കിൽ B/A ഇൻറ്റു 100 ആണ്. നമുക്ക് ആ സംഖ്യ വേണ്ട, അതിൻ്റെ 75% മതി, അല്ലെങ്കിൽ 25% മതി എന്നുണ്ടെങ്കിൽ ആ 100ന് പകരം എന്ത് ചെയ്യുക? ആ ശതമാനം ഇട്ട് കൊടുക്കുക. വെറുതെ കുറേ ഇക്വേഷൻസ് കാണാൻ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത മോഡൽ നോക്കിയേ. മോഡൽ 9ാമത്തെ മോഡൽ നോക്കിക്കോ. ഈ വീഡിയോയിലെ 2ാമത്തെ മോഡൽ. ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 10,000-ൽ നിന്നും 14,000-ആയി വർദ്ധിച്ചാൽ വർധനവിൻ്റെ ശതമാനം എത്ര? വർധനവിൻ്റെ ശതമാനം നോക്കിയേ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഗ്രാമത്തിൽ 10,000 ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അവിടുത്തെ ജനസംഖ്യ അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10,000 ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ എത്രയായി? 14,000-ആയി. 10,000-ൽ നിന്നും 14,000-ആയി അല്ലേ? എങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർധനവിൻ്റെ ശതമാനം ഇവിടെ എത്രയാണ് വർദ്ധിച്ചത് എത്രയാണെന്ന് ആദ്യം നോക്കിയേ. 14,000 മൈനസ് 10,000 അല്ലേ? 14,000 മൈനസ് 10,000 എത്ര വർദ്ധിച്ചത്? 4,000 ആൾക്കാരാണ് വർദ്ധിച്ചത്. ഈ 4,000 എന്ന് പറയുന്നത് 10,000-ൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? വർധനവിൻ്റെ ശതമാനമാണ് ചോദിച്ചത്. നേരത്തെ 10,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 14,000-ആയി. എന്ന് വെച്ചാൽ അവിടെ 4,000 പേർ കൂടി അധികമായി. 10,000-ൽ നിന്നും 4,000 പേർ വീണ്ടും അധികമായി. അപ്പോൾ ഈ 4,000 എന്ന് പറയുന്നത് 10,000-ൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചെയ്യുന്നത് 4,000 എന്ന് പറയുന്നത് 10,000-ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 4,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100. 4,000 ഡിവൈഡ് ബൈ 10,000 ഇൻറ്റു 100. ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ. 0 ക്യാൻസൽ ചെയ്തു അല്ലേ? ഓക്കെ, ആൻസർ എത്ര കിട്ടി? 40% എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു ഗ്രാമത്തിൽ 10,000 ആൾക്കാരുണ്ടായിരുന്നു. അതിപ്പോൾ എത്രയായിട്ട് ഉയർന്നു? 14,000-ആയിട്ട് ഉയർന്നു. എന്ന് വെച്ചാൽ അവിടെ അധികം എത്ര പേർ വന്നു? 4,000 പേരുടെ വർധനവാണ്. 4,000 പേരുടെ വർധനവാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് 14,000 ആയത് അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായ വർധനവ് ഈ 4,000 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? അപ്പം നേരത്തെ ഉണ്ടായിരുന്നവരുടെ എണ്ണം അതിൽ നിന്ന് 4,000 പേർ കൂടി. അപ്പോൾ ഈ 4,000 നേരത്തെ ഉണ്ടായിരുന്നവരുടെ എത്ര ശതമാനമാണ് വർധനവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4,000 ഡിവൈഡ് ബൈ നേരത്തെ ഉണ്ടായിരുന്നവരുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു സാധനത്തിൻ്റെ വില 750 രൂപയിൽ നിന്നും 900-ആയി വർദ്ധിച്ചെങ്കിൽ വർധനവിൻ്റെ ശതമാനം എത്രയാ? ഇവിടെ എത്ര രൂപയാണ് വർദ്ധിച്ചത്? നേരത്തെ 750 ആയിരുന്നു, അതിപ്പോൾ 900-ആയി അല്ലേ? അപ്പോൾ എത്ര രൂപ വർദ്ധിച്ചു? 150 രൂപ വർദ്ധിച്ചു. എത്ര രൂപ വർദ്ധിച്ചു? 150 രൂപ വർദ്ധിച്ചു. ഈ 150 രൂപ ഈ 750-ൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ വർദ്ധിച്ച 150 രൂപ 750-ൻ്റെ എത്ര ശതമാനമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? 150 ഡിവൈഡഡ് ബൈ 750 ഇൻറ്റു 100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 15ഉം 75ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഓക്കെ, 15ഉം 75ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര? 5 കൊണ്ട് അല്ലേ? 15 ഇൻറ്റു 5 75. ഇനി 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 20 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 20%. 20% എന്ന് വെച്ചാൽ 150 എന്ന് പറയുന്നത് 750-ൻ്റെ 20%. ആ 20% അവിടെ അധികരിച്ചത്. മനസ്സിലായോ? ഓക്കെ ആണോ?
ഓക്കെ, അരിയുടെ വില 30-ൽ നിന്ന് 45 അല്ലേ. അപ്പോൾ എത്ര രൂപ വർദ്ധിച്ചു? 45 മൈനസ് 30, 15 രൂപ. 15 രൂപ വർദ്ധിച്ചു. ഈ വർദ്ധിച്ച 15 രൂപ 30-ൻ്റെ എത്ര ശതമാനമാണ്? അതാണ് ചോദിച്ചത്. നേരത്തെ ഉണ്ടായതിൽ നിന്നും എത്ര ശതമാനമാണ് അധികരിച്ചത്? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ എത്ര ശതമാനമാണ് നമുക്ക് അധികരിച്ചതെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ? 15 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100. 15 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100. ക്യാൻസൽ ചെയ്യുക, 2 കൊണ്ട് ഇവിടെയും ക്യാൻസൽ ചെയ്യുക, 50. ആൻസർ 50 എന്ന് കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായല്ലോ. വർധനവിൻ്റെ ശതമാനം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ച് നോക്കുക. ഇവിടെ എല്ലാം വർധനവിൻ്റെ ശതമാനമാണ് ചോദിച്ചിരുന്നത്. വർധനവിൻ്റെ ശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പഠിക്കുക. വർധനവിൻ്റെ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു വർധനവ് എത്ര ആണ് ഇവിടെ വർദ്ധിച്ചത്, എന്തിലായാലും രൂപയിലായാലും എണ്ണത്തിലായാലും ഇവിടെ വർധനവ് ഇവിടെ എത്ര വർദ്ധിച്ചു ഡിവൈഡഡ് ബൈ ആദ്യ വില, ആദ്യമുണ്ടായിരുന്ന വില, ആദ്യ വില ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഓക്കെ.